ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫജീത്ത റൈസാണ്. ഇതൊരു സ്പെഷ്യൽ റൈസാണ്, ഒരു മെക്സിക്കൻ ഡിഷാണ് ആക്ച്വലി. ഇനി ഫജീത്ത റൈസിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സ്ട്രിപ്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്ത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും ഇടുക. ഞാൻ ഇതിൽ സോൾട്ട് ഇടുന്നത് കാണിച്ചിട്ടില്ല, അതിൻ്റെ വീഡിയോ കിട്ടിയില്ലേനോ. ഇനി ചൂടായ പാനിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇടുക. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. വൈറ്റ് കളർ ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൊറിയാൻഡർ പൗഡറും കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ക്യുമിൻ പൗഡറും കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഒന്ന് കുക്കായി വന്നാൽ ഇതിലേക്ക് സ്ലൈസാക്കിയ ഒനിയനും സ്ലൈസാക്കിയ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ നിങ്ങളടുത്ത് ഏതൊക്കെ കളർ ക്യാപ്സിക്കമാണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഇടാം. അത്രയും കളർഫുൾ ആയിരിക്കും റൈസ്. എൻ്റെ അടുത്ത് ഒരു കളർ ക്യാപ്സിക്കമേ ഉള്ളൂ. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ വേറെ കളർ ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇത് റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ റൈസ് മസാലയിലിട്ട് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഫജീത്ത റൈസ് റെഡിയാണ്. സംഭവം നൈസാണ്. പിന്നെ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിലില്ല. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത ബസ്മതി റൈസിൽ സോൾട്ടും ഓയിലും ചേർത്ത് ഒരു 90% കുക്ക് ചെയ്താൽ റൈസ് റെഡിയാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് വേവാനാ പാടുള്ളൂ. എൻ്റെ റൈസ് കുറച്ച് വെന്ത് പോയിക്ക്, ഞാൻ കുക്കറിലേനും വെച്ചേ, അതുകൊണ്ടേനോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാഫ് വേവിന് എടുക്കാൻ, എന്നാലാണ് ഫജീത്ത റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി സെർവ് ചെയ്യാം. ഇനി സൈഡ് ഡിഷായിട്ട് സാലഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതും വെക്കുന്നുണ്ട്. ഉഫ്, എന്താ ഒരു ലുക്ക്! ഈ റൈസ് കിഡുവാണ്, ഒരു രക്ഷയുമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. എന്നാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.